കാരണം ആ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശരിയുണ്ടെന്ന് EP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ EP ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു നേതാവ് BJPയുടെ വലിയൊരു നേതാവായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അഥവാ അല്ല റിപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ കണ്ടതിന് ശേഷം പാർട്ടി റിപ്പോർട്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ EP ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ശോഭാ സുരേന്ദ്രനല്ല, നിങ്ങളായാലും ഞാനായാലും പറഞ്ഞാൽ ശരിയാണെങ്കിൽ അതിനോട് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നവർ പറഞ്ഞു എന്നുള്ളതല്ല. ഈ തെറ്റ് ചെയ്തവനേക്കാൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞവനെ കുറ്റക്കാരനാക്കി പറയരുത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ കുറിച്ചിക്കരുത്. അദ്ദേഹം ഒരിക്കലും പോകാൻ പാടില്ല. അഥവാ വന്ന് കണ്ടു എന്നു പറഞ്ഞാൽ അങ്ങനെ വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടായി എങ്കിൽ അതെല്ലാം അവരുടേതായ കുളം അവർ തന്നെ അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ NDA അക്കൗണ്ട് തുറക്കാനാണല്ലോ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇവിടെയും വർക്ക് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്ന് വലിയൊരു ചലനങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ആരെൻ്റെ കുറ്റം പറഞ്ഞാൽ തിരക്കില്ല, ഞാൻ ആരുടെയും വക്താവല്ല. NDAക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അത്ഭുതകരമായ ഒരു വളർച്ച, വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വർധനവ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഞാൻ പറഞ്ഞതിൻ്റെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് എന്നെ കൊല്ലരുത്. ചിലർ പറയും, ഞാൻ പറഞ്ഞു തുഷാർ ഈഴവരവിടെ എല്ലാം വോട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈഴവൻ്റെ മുഴുവൻ വോട്ട് തുഷാറിന് കിട്ടുകയില്ലെന്ന്. ഉടനെ അതിൻ്റെ ക്ലിപ്പിട്ടിരിക്കുക ഞാൻ കണ്ട്. ഈഴവരാരും വോട്ട് കൊടുക്കുകയില്ല തുഷാറിനെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? അവിടെ 4 ലക്ഷത്തിന് മേൽ ഈഴവരുണ്ട് കോട്ടയം പാർലമെൻറ്റ്. അപ്പോൾ അവർ മാത്രം വോട്ട് ചെയ്താൽ തുഷാറൊക്കെ ജയിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈഴവരെല്ലാവരും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈഴവരെല്ലാവരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈഴവരാരും വോട്ട് ചെയ്യില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, വേറെ എത്ര നായരോടെ കിടക്കുന്നത്, എത്ര ക്രിസ്ത്യാനോടെ കിടക്കുന്നത്? അങ്ങനെ തോറ്റുപോകുന്നതല്ല എൻ്റെ അർത്ഥം. ഈ വ്യാഖ്യാനങ്ങളാണ്. ചിലർക്കെല്ലാം വ്യാഖ്യാനിച്ച് എന്നെ ക്രൂശിക്കണമെന്ന് ചില നിർബന്ധമുണ്ട്. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയെ പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി തോറ്റുപോകും എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഭാഗം മാത്രം, അതിന് മുമ്പും പിമ്പും ഞാൻ പറഞ്ഞ കൂടെ ഒന്ന് കേൾക്കണ്ടേപ്പാ. ആ മുമ്പും പിമ്പും കൂടെ പറഞ്ഞ കൂടെ കേട്ടിട്ട് നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. അത് നിങ്ങളാണ് കൊടുക്കണം. നിങ്ങളുടെ അല്ല തെറ്റ്. ഈ ക്ലിപ്പിട്ട് പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് വരിക. എന്നെ എന്തിനാണ് ജയദേവ വസന്തി എന്ന്? BJP ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നാളെ അവർ ഇന്ത്യ തന്നെ ഭരിക്കും. ഇപ്പം ആഗോള തർക്കം എത്രയാണ്? ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയണത്? 350 കിട്ടുക 400 കിട്ടുക എന്നുള്ള തർക്കമല്ലേ ഉള്ളു. അവർ തന്നെ യോജിപ്പുണ്ടാ. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? പിണറായി എന്ത് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ ഈ NDA നിൽക്കുന്ന പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് NDAയുടെ നേതാവ് ഇവിടെ നിന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഐക്യം എന്താണ്? അവരുടെ ഐക്യത്തിലുള്ള ആത്മാർത്ഥത എന്താണ്? ഈ ആൾ എങ്ങനെ ഇവിടെ ഭരിക്കും? കേരളം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഭരിക്കും? ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ വല്ലതും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യാപ്തി വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ലാതെ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് വേട്ടയാടരുത്. സുരേഷ് ഗോപി തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ആ തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞ സാഹചര്യം എന്നാണ്. സുരേഷ് ഗോപി വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ജയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് ഞാൻ പെട്ടി തുറക്കുന്നതിന് ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോഴല്ലേ പറഞ്ഞത്. അപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൂചന അദ്ദേഹത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനൊരു പൊളിറ്റീഷ്യനല്ല, സാധാരണപ്പെട്ട ഒരു സിനിമാക്കാരനാണ്. എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഞാൻ നേരെ ചെവിയെ സഞ്ചരിച്ചാണ്. അപ്പോൾ ഇടം വലം നോക്കാതെ ഞാൻ മുമ്പോട്ട് പോകും. അപ്പോൾ അതിനിടക്ക് ആരെങ്കിലും അത് തെറ്റിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ വഴക്കുണ്ടാകും. അതെല്ലാം എൻ്റെ പല പ്രവർത്തനത്തെയും പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാണ്? മുൻകൂർ ജാമ്യം എടുത്തെന്ന ചിലത് നിങ്ങൾ വ്യാഖ്യാനിക്കാം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ
തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വരാവുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം എന്നോട് പങ്കിട്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് അദ്ദേഹം തോക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ മിസ്റ്ററെ പറഞ്ഞത്, അതിന് മുമ്പ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ ക്രൂശിച്ചോ? ഇത് എന്നെ വെറുതെ ചില വ്യക്തിവൈരാഗ്യം വെച്ച് ചില വ്യക്തികൾ, ചില സംഘടനകൾ ഈ മീഡിയയിലൂടെ എന്നെ ഇങ്ങനെ നിരന്തരം വേട്ടുകയാണ്. എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. ഇനി ഞാനത് പറഞ്ഞിട്ട് ഇനി എന്നെ എല്ലാവരും കൂടെ കൊല്ലണം. കൊല്ലത്താ എന്തോ നിങ്ങൾക്കറിയാമല്ലോ ആരാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം കൂടെ ഇനി അടുത്ത ചാനലിൽ എന്നെ ക്രൂശിക്കാനാണോ? നിങ്ങൾക്കറിയാമല്ലോ ആര് ജയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിർത്തിയവർക്കും ശരിയല്ല. പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ. പ്രധാനമന്ത്രി ഒരു MP വിളിച്ചുകൊണ്ട് ഒരു ചായ സൽക്കാരം നടത്തിയെങ്കിൽ അത് കുടിക്കാൻ നമ്മൾ പോയുവെങ്കിൽ കഴിച്ചുവെങ്കിൽ എന്താ തെറ്റ്? ജനാധിപത്യത്തിൽ ഒരു മര്യാദയല്ലേ അത്? മറ്റുള്ളവരും ചെയ്യാറില്ലേ? അതൊക്കെ നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമില്ല. അത് രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. പുള്ളി ഒരു തേജോവധം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചർച്ചയായല്ലോ. ആ ചർച്ച വന്നപ്പോൾ ഒരു സംവാദമായല്ലോ. പുള്ളിയെപ്പറ്റി വേറെ വല്ലതും പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ചിലതെല്ലാം ഉണ്ടാക്കി പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് ആർക്കും വിരോധം തോന്നിയാലും തിരക്കില്ല. അത് നമ്മൾ കുറേ കൂടെ വിശാലമായിട്ട് കാണണം. രാഷ്ട്രീയക്കാർ വിവിധമായ അഭിപ്രായ വ്യത്യാസത്തോട് ഇരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഒരു മേശയ്ക്ക് മുമ്പ് പലപ്പോഴും പല വിഭാഗങ്ങൾക്ക് ഒന്നിച്ചു കൂടാറില്ലേ? അവർ ഒന്നിച്ച് സംവാദം നടത്താറില്ലേ? സംഭാഷണം നടത്താറില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊരു വലിയൊരു കുറ്റമായി കാണണം എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. ഈഴവനാണ് എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഈഴവനാണെന്ന് ഈഴവർക്ക് കൂടെ തോന്നണ്ടേ? അതോടൊപ്പം തന്നെ ആ ഒരു വികാരത്തിൽ എത്ര ഈഴവർ വോട്ട് ചെയ്യും? അപ്പോൾ അതുപോലുള്ളൊരു ചിന്തകളൊന്നും ഇന്നുള്ള കാലമല്ല. പ്രത്യേകിച്ച് ഈഴവൻ അവൻ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നവനാണ്. അവൻ ഈഴവ ചിന്തയോടുകൂടി വോട്ട് ചെയ്യുന്നവരല്ല ഈഴവർ. അവരുടേതായ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈഴവർ. അതുകൊണ്ട് കുറേ പേര് ചെയ്യും, കുറേ പേര് ചെയ്യില്ല. അതുകൊണ്ട് ഈഴവന് ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇവിടെ എല്ലാ മുന്നണികളും ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? എല്ലാ മുന്നണികളും ന്യൂനപക്ഷങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുകയല്ലേ. ഇലക്ഷന് മുമ്പ് നിങ്ങൾ കണ്ടു നോക്കൂ. എല്ലാ മുന്നണികളും ന്യൂനപക്ഷത്തെ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കും. ഭൂരിപക്ഷ ഒരു വിഭാഗം ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ളതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. കാരണം ഭൂരിപക്ഷ സമുദായം വോട്ട് ബാങ്കല്ല, ന്യൂനപക്ഷ സമുദായം ഇവിടെ വോട്ട് ബാങ്കാണ്. വാലല്ലാത്തതെല്ലാം അളയിലാക്കി ന്യൂനപക്ഷ സമുദായങ്ങൾ. എന്നിട്ടും അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി എല്ലാം പങ്കിട്ട് കൊടുക്കുവാനും ഇവിടെ പരസ്പരം അഹമികയായി ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നു. അതല്ലേ ഒരു സത്യം. അത് അവർ കണ്ടെത്തിയെങ്കിൽ അതൊരു വിശ്വാസവും അത് ശരിയുമായിരിക്കാം. കാരണം കടുത്ത മത്സരമാണ്. പറയുമ്പോൾ എല്ലാം പറയണ്ടേ, കടുത്ത മത്സരമാണ്. ആരിഫ് ഈസി വാക്കോറ അല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയിരുന്നുള്ളൂ. ഇത്തവണ ഒരു കടുത്ത മത്സരം വന്നു എന്ന് പറഞ്ഞ കാരണം തന്നെ PC ഇയാൾ KC ആലപ്പുഴ നല്ല പേരുള്ള ആളാണ്. അയാളുടെ വരവ്, അതുപോലെ ശോഭായുടെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനം അതിഗംഭീരമായി അടിച്ചു കയറി. അവർക്ക് വോട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ അത് ആർക്കിട്ട് എവിടെ എങ്ങനെ കൊള്ളുമെന്ന് നമുക്ക് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇടതായാലും വലതായാലും എവിടെയായാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. അച്ഛൻ പറഞ്ഞാൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് പറഞ്ഞാണ്, ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യും, പക്ഷേ എൻ്റെ മകനോട് പറഞ്ഞാൽ അവർ ചെയ്യില്ല എന്ന് ഇവിടെ വന്നപ്പോൾ പോലും ഒരാൾ പറഞ്ഞു. ആലപ്പുഴ വെച്ച് വേറൊരാളും പറഞ്ഞു. എല്ലാ ശക്തമായ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ അച്ഛന്മാർ പറയണം മക്കൾ ചെയ്യലെന്ന്, ഭാര്യ ചെയ്യലെന്ന് പറയുന്നത്. അവർക്ക് വിശ്വാസമുള്ളവർക്ക് അവർ ചെയ്യുന്നുള്ള ചിന്തയിൽ മാറിയിരിക്കുന്നൊരു കാലഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് ആരെയും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നെ ഇന്നിപ്പോൾ വേട്ടയാടിക്കൊണ്ട് ഞാൻ ഈ ഫോണിലൂടെ കണ്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞിട്ടാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ചില ക്ലിപ്പുകൾ ഇട്ടുണ്ട് എന്നെ വേട്ടയാടുക. എന്നെ എന്തിനാണ് വേട്ടയാടുന്നത്? സുരേഷ് ഗോപി ജയിച്ചോട്ടെ, എനിക്കെന്നേ വിരോധം. അദ്ദേഹം ജയിക്കാൻ വേണ്ടിയാണ് നിന്നത്. ജയിക്കാൻ വേണ്ടി 100 കണക്കിന് പ്രവർത്തകർ പ്രവർത്തിച്ചു. അതെല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. വെട്ടിക്കുമ്പോൾ ആര് ജയിക്കും ആര് തോക്കുന്നറിയാം.
അതിനു മുമ്പ് ഞാൻ ഒരാളെപ്പറ്റി പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം കൂടെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ചിലത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കരുത്. ആരോ അജണ്ട ഇട്ടിട്ടുണ്ട് എന്നെ എൻ്റെ പേര് ക്രൂശിക്കാൻ. ഞാനിതൊക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല.